ഇവിടെ ഇടതുഭാഗത്ത് 6 രീതിയിലുള്ള സെൻറ്റൻസുകൾ തന്നിട്ട് അത് വലതുഭാഗത്തുള്ള 6 രീതിയിലുള്ള സെൻറ്റൻസുകളാക്കി നമ്മൾ രൂപമാറ്റം ചെയ്ത് പഠിക്കുകയാണ്. ഈ 6 സെൻറ്റൻസുകളിൽ ഇടതുവശത്ത് തന്നിരിക്കുന്ന നീലമഷിയിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള 4 രൂപങ്ങൾ വലതുഭാഗത്തേക്ക് തന്നിട്ടുള്ള രൂപത്തിലേക്ക് ഇന്ന് നമ്മൾ മാറ്റി പഠിക്കുകയാണ്. ബാക്കി റെഡ് ഇങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള 2 സെൻറ്റൻസുകളുടെ രൂപമാറ്റം കഴിയുന്നതും അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. കാരണം അല്ലെങ്കിൽ ഇത് വളരെ വലിയൊരു വീഡിയോ ഇട്ട് ഇത് മാറ്റപ്പെടും. അത് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ഇടതുഭാഗത്ത് തന്നിട്ടുള്ള 4 സെൻറ്റൻസുകൾ, അതായത് പ്രസൻറ്റ് രൂപത്തിലുള്ള അഫിർമേറ്റീവ് സെൻറ്റൻസുകളെ പ്രസൻറ്റ് രൂപത്തിലുള്ള ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാക്കി എങ്ങനെ മാറ്റുവാൻ സാധിക്കും, പാസ്റ്റ് രൂപത്തിലുള്ള അഫിർമേറ്റീവ് സെൻറ്റൻസുകളെ പാസ്റ്റ് രൂപത്തിലുള്ള ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാക്കി എങ്ങനെ മാറ്റുവാൻ കഴിയും, പ്രസൻറ്റ് രൂപത്തിലുള്ള അഫിർമേറ്റീവ് സെൻറ്റൻസുകളെ പ്രസൻറ്റ് രൂപത്തിലുള്ള നെഗറ്റീവ് സെൻറ്റൻസുകളാക്കി എങ്ങനെ മാറ്റുവാൻ കഴിയും, പാസ്റ്റ് രൂപത്തിലുള്ള അഫിർമേറ്റീവ് സെൻറ്റൻസുകളെ പാസ്റ്റ് രൂപത്തിലുള്ള നെഗറ്റീവ് സെൻറ്റൻസുകളാക്കി എങ്ങനെ മാറ്റുവാൻ സാധിക്കും. ഇത് വളരെ എളുപ്പമാണ്. ഈ 4 രൂപങ്ങളും മാത്രമല്ല ഈ 6 രൂപങ്ങളും രൂപമാറ്റം ചെയ്ത് മാറ്റുവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ അത് വിശദീകരിച്ച് വരുമ്പോൾ കൂടുതൽ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് വീഡിയോ വലുതാവുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഇവിടെ അഫിർമേറ്റീവ് സെൻറ്റൻസസ് പ്രസൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇടതുവശത്ത്. അതുപോലെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് പ്രസൻറ്റ് എന്ന് വലതുഭാഗത്തും എഴുതിയിട്ടുണ്ട്. അതായത് അഫിർമേറ്റീവ് സെൻറ്റൻസുകളെ പ്രസൻറ്റ് രൂപത്തിലുള്ള അഫിർമേറ്റീവ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസുകളെ പ്രസൻറ്റ് രൂപത്തിലുള്ള ചോദ്യവാചകങ്ങളാക്കി എങ്ങനെ പെട്ടെന്ന് മാറ്റാം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത് വളരെ വളരെ എളുപ്പമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ചൂണ്ടി പറഞ്ഞു തന്നാൽ മാത്രം മതിയാവും നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ. ഇവിടെ ഇടഭാഗത്ത് ഹാസ് സമം ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ അത് ചോദ്യരൂപം ആക്കുമ്പോൾ ഉണ്ടോ എന്നർത്ഥം ആ ഹാസിന് വരുന്നതാണ്. അപ്പോൾ ഇടതുഭാഗത്ത് ഷീ ഹാസ് എ ക്യൂട്ട് ക്യാറ്റ്, അവൾക്ക് ഷീ ഹാസ് അവൾക്കുണ്ട് എ ഒരു ക്യൂട്ട് ക്യാറ്റ് മനോഹരമായ പൂച്ച. അവൾക്ക് സൗന്ദര്യമുള്ള ഒരു പൂച്ചയുണ്ട്. അവൾക്ക് സൗന്ദര്യമുള്ള ഒരു പൂച്ചയുണ്ടോ എന്ന് ചോദിക്കുവാൻ ഈ സെൻറ്റൻസിലെ ഹാസ് എന്ന് പറയുന്ന വാക്കിനെ എടുത്ത് ആ വാചകത്തിൻ്റെ ആദ്യം ഇടുക. വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർത്താൽ മാത്രം മതി അതൊരു ചോദ്യവാചകമാക്കി മാറ്റുവാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. ഹാസ്, ഹാവ്, ഹാഡ് ഇതുപോലുള്ള വാക്കുകൾ ഒരു വാചകത്തിൽ വരികയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നേ വരികയുള്ളൂ. ആ വാക്കിനെ എടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കുകയും ചേർത്താൽ മതി. എങ്കിൽ അതൊരു ചോദ്യവാചകമായി മാറ്റപ്പെടും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഷീ ഹാസ് എ ക്യൂട്ട് ക്യാറ്റ്, അവൾക്ക് മനോഹരമായ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു പൂച്ചയുണ്ട് എന്നതിനെ അവൾക്ക് മനോഹരമായ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു പൂച്ചയുണ്ടോ എന്ന് ചോദിക്കുവാൻ ആ സെൻറ്റൻസിലെ ഹാസിനെ എടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുക, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. അപ്പോൾ ഹാസ് ഷീ എ ക്യൂട്ട് ക്യാറ്റ്, അവൾക്ക് മനോഹരമായ ഒരു പൂച്ചയുണ്ടോ. ഇവിടെ മനോഹരമായ എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിലൊരു ചെറിയ മലയാള വാക്കിൽ ഒരു ചെറിയ തെറ്റ് ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. കാരണം അതിലെ സുന്ദരനായ അല്ലെങ്കിൽ സുന്ദരിയായ, മനോഹരനായ അല്ലെങ്കിൽ മനോഹരിയായ എന്നുള്ള രീതിയിലുള്ള വാക്കാണ് വരേണ്ടത്. പൂച്ച മനോഹരനാണോ മനോഹരിയാണോ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്യാറ്റ് എന്നത് ഇംഗ്ലീഷിൽ കോമൺ നൗൺ എന്ന വിഭാഗത്തിൽ വരുന്നത് കൊണ്ട് അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മനോഹരൻ എന്ന് വെച്ചാൽ പുല്ലിംഗമാവും, മനോഹരി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടും പെടാത്ത രീതിയിൽ സൗന്ദര്യമുള്ള എന്ന വാക്ക് അല്ലെങ്കിൽ മനോഹരമായ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, ദ ഡോഗ് ഹാസ് 2 പപ്പീസ്. ദ ഡോഗ് ഹാസ് പട്ടിക്കുണ്ട് 2 പപ്പീസ് 2 കുട്ടികൾ. പപ്പീസ് എന്ന് വെച്ചാൽ പട്ടിക്കുട്ടികൾ, 2 പട്ടിക്കുട്ടികൾ പട്ടിക്കുണ്ട്. ചോദ്യമാക്കുവാൻ
ഹാസ് എടുത്ത വാചകത്തിൻ്റെ ആദ്യമിട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാസ് ദ ഡോഗ് 2 പപ്പീസ്? പട്ടിക്ക് 2 പട്ടിക്കുട്ടികളുണ്ടോ? നെക്സ്റ്റ് ഹി ഹാസ് എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. ഹി ഹാസ് അവനുണ്ട് എ ബ്രദർ ഒരു സഹോദരൻ ആൻഡ് 2 സിസ്റ്റേഴ്സ് 2 സഹോദരിമാരും. അവന് ഒരു സഹോദരനും 2 സഹോദരിമാരും ഉണ്ട്. അവന് ഒരു സഹോദരനും 2 സഹോദരിമാരും ഉണ്ടോ എന്ന് ചോദിക്കുവാൻ ഹാസ് ഹി എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. ആദ്യം എടുത്ത് ഹാസ് ഇട്ടു, അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ഇട്ടു. അടുത്ത് ഇറ്റ് ഹാസ് എ വെരി ഇറിറ്റേറ്റിംഗ് നോയ്സ്. ഇറ്റ് ഹാസ് അതിനുണ്ട് എ ഒരു വളരെ ഇറിറ്റേറ്റിംഗ് നോയ്സ്, അരോചകമായ അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ശബ്ദം, അരോചകമായ ശബ്ദം എന്ന് നമുക്ക് പറയാം. അതിന് വളരെ അരോചകമായ ഒരു ശബ്ദമുണ്ട്. ചോദ്യമാക്കുവാൻ ഹാസ് എടുത്ത് ആദ്യമിട്ടു, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാസ് ഇറ്റ് എ വെരി ഇറിറ്റേറ്റിംഗ് നോയ്സ്. അതിന് അരോചകമായ വളരെ അരോചകമായ ഒരു ശബ്ദം ഉണ്ടോ? നെക്സ്റ്റ് രാജു ഹാസ് എ ന്യൂ ബൈക്ക്. രാജു ഹാസ് രാജുവിനുണ്ട് എ ഒരു ന്യൂ ബൈക്ക് പുതിയ ബൈക്ക്. രാജുവിന് ഒരു പുതിയ ബൈക്കുണ്ട്. ചോദ്യമാക്കുവാൻ ഹാസ് എടുത്ത് ആദ്യമിട്ടു, ഹാസ് രാജു എ ന്യൂ ബൈക്ക്, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. രാജുവിന് ഒരു പുതിയ ബൈക്കുണ്ടോ? നെക്സ്റ്റ് എ ടേബിൾ ഹാസ് 4 ലെഗ്സ്. എ ടേബിൾ ഹാസ് ഒരു മേശയ്ക്കുണ്ട് 4 ലെഗ്സ് 4 കാലുകൾ. അപ്പോൾ ചോദ്യമാക്കുവാൻ ഹാസ് എടുത്ത് ആദ്യമിട്ടു, ഹാസ് എ ടേബിൾ 4 ലെഗ്സ്, അവസാനം ക്വസ്റ്റ്യൻ മാർക്കും. ഒരു മേശയ്ക്ക് 4 കാലുകൾ ഉണ്ടോ? അപ്പോൾ ഇവിടെ ഹാസ് ചേർത്തിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇടതുഭാഗത്ത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആക്കി പഠിച്ചത്. അത് തന്നെ ചോദ്യരൂപമാക്കി വലത്തും എഴുതി. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ തൊട്ട് മുമ്പത്തെ പാർട്ടിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഹാവ്, അത് ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം, അതും പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ ഹാസും പ്രസൻറ്റ് ടെൻസാണ്, ഹാവും പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ ഇവിടെ ഹാവിന് ഉണ്ടെന്നർത്ഥം, എന്നാൽ അത് ചോദ്യരൂപത്തിൽ വരുമ്പോൾ ഉണ്ടോ എന്നർത്ഥം വരും. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. യു ഹാവ് നിങ്ങൾക്കുണ്ട് എ ഒരു ബ്യൂട്ടിഫുൾ വോയിസ് മനോഹരമായ നാദം. നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദമുണ്ട്. നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദമുണ്ടോ ചോദിക്കുവാൻ ഹാവ് എടുത്ത് ആദ്യം ഇടുക, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാവ് യു എ ബ്യൂട്ടിഫുൾ വോയിസ്? നെക്സ്റ്റ് ദേ ഹാവ് 2 ഹോംസ്. അവർക്ക് 2 വീടുകളുണ്ട്. അവർക്ക് 2 വീടുകൾ ഉണ്ടോ? ഹാവ് ദേ 2 ഹോംസ്? ഐ ഹാവ് 2 ബ്രദേഴ്സ്. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. ചോദ്യമാക്കുവാൻ ഹാവ് എടുത്ത് ആദ്യം ഇട്ടു, ഹാവ് ഐ 2 ബ്രദേഴ്സ്? ഹാവ് ഐ 2 ബ്രദേഴ്സ്? എനിക്ക് 2 സഹോദരന്മാരുണ്ടോ? വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ഇടുക. നെക്സ്റ്റ് ദേ ഹാവ് എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടി. ദേ ഹാവ് അവർക്കുണ്ട് എ ലോട്ട് ഓഫ് ധാരാളം, പ്രോപ്പർട്ടി വസ്തുവകകൾ. അവർക്ക് ധാരാളം വസ്തുവകകൾ ഉണ്ട്. അവർക്ക് ധാരാളം വസ്തുവകകൾ ഉണ്ടോ? ഹാവ് എടുത്ത് ആദ്യം ഇടുക, വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഹാവ് ദേ എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടി? നെക്സ്റ്റ് ദേ ഹാവ് എ ലാർജ് ബംഗ്ലോ. ദേ ഹാവ് അവർക്കുണ്ട് എ ഒരു ലാർജ് വിശാലമായ, ബംഗ്ലാവ് അവർക്ക് വിശാലമായ ഒരു ബംഗ്ലാവ് ഉണ്ട്. അവർക്ക് വിശാലമായ ഒരു ബംഗ്ലാവ് ഉണ്ടോ എന്ന് ചോദിക്കുവാൻ ഹാവ് ആദ്യം ചേർക്കുക, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. ഹാവ് ദേ എ ലാർജ് ബംഗ്ലോ? അവർക്ക് വിശാലമായ ഒരു ബംഗ്ലാവ് ഉണ്ടോ? ഇനി പാസ്റ്റ് രൂപത്തിലുള്ള അഫർമേറ്റീവ് സെൻറ്റൻസിനെ പാസ്റ്റ് രൂപത്തിലുള്ള ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുന്നത് എങ്ങനെ? ഇവിടെ ഹാഡ് എന്ന വാക്കാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ഹാസും ഹാവുമാണ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിച്ചത്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാസ്, ഹാവ് എന്നതിന് പകരം, അത് രണ്ടിനും പകരം ഹാഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാഡ് ഉണ്ടായിരുന്നു എന്നതാണ് അഫർമേറ്റീവ് സെൻറ്റൻസിൽ അതിനുള്ള അർത്ഥം. അതേസമയം ചോദ്യവാചകമാവുമ്പോൾ ഉണ്ടായിരുന്നോ എന്ന അർത്ഥമാണ് അതിന് വരിക. വി ഹാഡ് ആൻ എലിഫൻറ്റ്. വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു, ആൻ എലിഫൻറ്റ് ഒരു ആന, ഞങ്ങൾക്കൊരു ആന ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ആന ഉണ്ടായിരുന്നോ? നേരത്തെ പഠിച്ച അതേ രീതി തന്നെ ഹാഡ് എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കണം. ഹാഡ് വി ആൻ എലിഫൻറ്റ്? ഞങ്ങൾക്കൊരു ആന ഉണ്ടായിരുന്നോ? നെക്സ്റ്റ് ഹി ഹാഡ് സിവിയർ ഫീവർ ലാസ്റ്റ് വീക്ക്. ഹി ഹാഡ് അവന് ഉണ്ടായിരുന്നു, സിവിയർ കഠിനമായ, ഫീവർ പനി, ലാസ്റ്റ് വീക്ക് കഴിഞ്ഞയാഴ്ച അവന്
കഠിനമായ പനി ഉണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ച അവന് കഠിനമായ പനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാൻ ഹാഡ് എടുത്ത് ആദ്യം ഇടുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കണം. ഹാഡ് ഹി സിവിയർ ഫീവർ ലാസ്റ്റ് വീക്ക്. നെക്സ്റ്റ്, ദ ലയൺ ഹാഡ് 3 കപ്സ്. ദ ലയൺ ഹാഡ് സിംഹത്തിനുണ്ടായിരുന്നു 3 കപ്സ് 3 കുഞ്ഞുങ്ങൾ. കബ് എന്ന വാക്കിന് ശരിക്ക് അതെന്ന് പറയുന്നത് കാർണിവോറസ് മാമൽസിൻ്റെ സന്താനങ്ങളെ കപ്സ് എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ മാംസ ആഹാരം മാത്രം കഴിക്കുന്ന ജീവികളുടെ കുഞ്ഞുങ്ങളെയാണ് കപ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ സിംഹം ഒരു മാംസ ആഹാരി ആയതുകൊണ്ടാണ് അതിൻ്റെ കുഞ്ഞിനെയും കബ് എന്ന് വിളിക്കുന്നത്. ദ ലയൺ ഹാഡ് 3 കപ്സ്. സിംഹത്തിന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പം സിംഹത്തിന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാൻ അതിലെ ഹാഡ് എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക. ഹാഡ് ദ ലയൺ 3 കപ്സ്. സിംഹത്തിന് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നോ? അടുത്ത്, ഷീ ഹാഡ് സഫേർഡ് എ ലോട്ട് ഓഫ് പെയിൻ ഇൻ ഹെർ ലൈഫ്. ഷീ ഹാഡ് സഫേർഡ് അവൾ സഹിച്ചിട്ടുണ്ടായിരുന്ന. സഫർ എന്ന ഇംഗ്ലീഷ് വാക്കിന് ബുദ്ധിമുട്ടുക, സഹിക്കുക, കഷ്ടപ്പെടുക എന്നിങ്ങനെ ഒത്തിരി അർത്ഥമുണ്ട്. ഇവിടെ സഹിക്കുക എന്ന അർത്ഥമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഷീ ഹാഡ് സഫേർഡ് അവൾ സഹിച്ചിട്ടുണ്ട്. എ ലോട്ട് ഓഫ് ധാരാളം, പെയിൻ വേദന, ഇൻ ഹെർ ലൈഫ് അവളുടെ ജീവിതത്തിൽ. അപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ടോ, ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാൻ ഹാഡ് ഉപയോഗിക്കണം. ഹാഡ് ഷീ സഫേർഡ് എ ലോട്ട് ഓഫ് പെയിൻ ഇൻ ഹെർ ലൈഫ്. അവൾ അവളുടെ ജീവിതത്തിൽ വളരെയധികം വേദന സഹിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ വാചകം ഇൻ്ററോഗേറ്റീവ് ആക്കുവാൻ വേണ്ടി നമ്മൾ ഹാഡ് എടുത്ത് ആദ്യം ഇടുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്തു. നെക്സ്റ്റ്, ദ ഹൗസ് ഹാഡ് എ ടോൾ ചിമ്നി. ദ ഹൗസ് ഹാഡ് വീട്ടിന് ഉണ്ടായിരുന്നു. എ ടോൾ ചിമ്നി പൊക്കമുള്ള ഒരു പുകക്കുഴൽ. അപ്പോൾ വീട്ടിന് പൊക്കമുള്ള ഒരു പുകക്കുഴൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാൻ അതിലെ ഹാഡ് എടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കണം. ഹാഡ് ദ ഹൗസ് എ ടോൾ ചിമ്നി. നെക്സ്റ്റ്, വി ഹാഡ് എ പിക്നിക് ലാസ്റ്റ് മന്ത്. വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു. എ പിക്നിക് ഒരു ഉല്ലാസയാത്ര. ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം ഞങ്ങൾക്കൊരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാൻ ഹാഡ് വാചകത്തിൻ്റെ ആദ്യം ചേർക്കുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ഇടുക. ഹാഡ് വി എ പിക്നിക് ലാസ്റ്റ് മന്ത്. നെക്സ്റ്റ്, ദേ ഹാഡ് എ ലോട്ട് ഓഫ് മണി. ദേ ഹാഡ് അവർക്ക് ഉണ്ടായിരുന്നു. എ ലോട്ട് ഓഫ് ഒത്തിരി അല്ലെങ്കിൽ ധാരാളം, മണി പണം അല്ലെങ്കിൽ ഇവിടെ സമ്പത്ത് എന്നർത്ഥം. ദേ ഹാഡ് എ ലോട്ട് ഓഫ് മണി അവർക്ക് ധാരാളം പണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായിരുന്നു. ചോദ്യമാക്കുവാൻ അതിലെ ഹാഡ് എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ഇടുക. ഹാഡ് ദേ എ ലോട്ട് ഓഫ് മണി അവർക്ക് ധാരാളം പണം ഉണ്ടായിരുന്നോ? നെക്സ്റ്റ്, യു ഹാഡ് മെനി ഫ്രണ്ട്സ് വെൻ യു വെയർ റിച്ച്. യു ഹാഡ് മെനി ഫ്രണ്ട്സ് നിങ്ങൾക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. വെൻ യു വെയർ റിച്ച് നിങ്ങൾ ധനികർ ആയിരുന്നപ്പോൾ, നിങ്ങൾ ധനികരായിരുന്നപ്പോൾ നിങ്ങൾക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചോദ്യ രൂപമാക്കുവാൻ ഈ സെൻറ്റൻസിലെ ഹാഡ് എടുത്ത് ആദ്യം ഇടുക, തുടർന്ന് വായിക്കുക, വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഹാഡ് യു മെനി ഫ്രണ്ട്സ് വെൻ യു വെയർ റിച്ച് നിങ്ങൾ ധനികരായിരുന്നപ്പോൾ നിങ്ങൾക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നോ? അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതുപോലുള്ള കൂടുതൽ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കി പഠിക്കണം. നെക്സ്റ്റ്, ഇടത് ഭാഗത്ത് അഫിർമേറ്റീവ് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് പ്രസൻറ്റ് ഫോമിലുള്ളതാണ്. ആ അഫിർമേറ്റീവ് സെൻറ്റൻസുകളെ നെഗറ്റീവ് സെൻറ്റൻസുകളാക്കി വലതുവശത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസുകൾ ആക്കുന്ന വിധമാണ് പഠിക്കുന്നത്, അതും പ്രസൻറ്റ് ഫോമിലുള്ളത്. ഇവിടെ ഹാസ് ഉണ്ട് എന്നാണ് സാധാരണ അഫിർമേറ്റീവ് സെൻറ്റൻസിലെ അർത്ഥം. അത് ഇവിടെ ചോദ്യമല്ല, ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസിൽ ആക്കുന്നു. അത് ഹാസ് നോട്ട് എന്നാക്കിയിരിക്കുന്നു. ഹാസ് പ്ലസ് നോട്ട്, ഹാസ് നോട്ട് സമം ഇല്ല.
ആ ഹാസ് നോട്ടിനെ ചുരുക്കി ഹാസിൻഡ് എന്നാക്കിയാലും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം ഹാസ് നോട്ടും ഹാസിൻഡും ഇല്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് ഹാവ് നോട്ടും ഹാവിൻഡും അതിനും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം നമുക്ക് നോക്കാം. ഇടതുഭാഗത്ത് തന്നിരിക്കുന്നത് അഫിർമേറ്റീവ് സെൻറ്റൻസുകളാണ്. അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ഇല്ല അല്ല എന്നർത്ഥം വരുന്ന സെൻറ്റൻസുകളാണ് അതിൻ്റെ നേരെ വലതുവശത്ത് തന്നിരിക്കുന്നത്. ഷീ ഹാസ് എ ക്യൂട്ട് ക്യാറ്റ്. അവൾക്ക് സൗന്ദര്യമുള്ള ഒരു പൂച്ചയുണ്ട്. അവൾക്ക് സൗന്ദര്യമുള്ള ഒരു പൂച്ച ഇല്ല എന്ന് പറയുവാൻ ഈ സെൻറ്റൻസിലെ ഹാസിന് ശേഷം NOT നോട്ട് എന്ന വാക്ക് ചേർക്കുക. അപ്പോൾ എങ്ങനെ വായിക്കാം? ഷീ ഹാസ് നോട്ട് എ ക്യൂട്ട് ക്യാറ്റ്. ഈ ഹാസ് നോട്ടിനെ ചുരുക്കി ഹാസിൻഡ് എന്നും ഉപയോഗിക്കാം. ഈ രണ്ട് രീതിയിലും ആ സെൻറ്റൻസ് ഉപയോഗിക്കാം. ഷീ ഹാസ് നോട്ട് എ ക്യൂട്ട് ക്യാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഹാസിൻഡ് എ ക്യൂട്ട് ക്യാറ്റ് എന്നും പറയാം. ഇത് ചുരുക്കാതെ ഹാസ് നോട്ട് എന്ന് വിശദീകരിച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന രൂപങ്ങൾ സാധാരണ എഴുത്തു ഭാഷയിലാണ് ഉപയോഗിക്കുക. ഹാസ് നോട്ട് ചുരുക്കി ഹാസിൻഡ് എന്നാക്കി ഉപയോഗിക്കുന്ന രീതി സാധാരണ സംസാര ഭാഷയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചുരുക്കെഴുത്ത് രൂപം സംസാര ഭാഷയിലും ചുരുക്കല്ലാത്ത രൂപം റിട്ടൺ ലാംഗ്വേജിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷീ ഹാസിൻഡ് എ ക്യൂട്ട് ക്യാറ്റ് എന്ന് വെച്ചാൽ അവൾക്ക് മനോഹരമായ ഒരു പൂച്ചയില്ല. ദ ഡോഗ് ഹാസ് 2 പപ്പീസ്. ദ ഡോഗ് ഹാസ് പട്ടിക്കുണ്ട് 2 പപ്പീസ് 2 കുട്ടികൾ. പട്ടിക്ക് 2 കുട്ടികളുണ്ട്, പട്ടിക്കുട്ടികൾ ഉണ്ട്. അത് നെഗറ്റീവ് ആക്കുവാൻ ഹാസിന് ശേഷം നോട്ട് ചേർക്കുക. ഹാസ് നോട്ട് ചുരുക്കി ഹാസിൻ്റെ എന്നാക്കി ഉപയോഗിക്കുക. ദ ഡോഗ് ഹാസിൻ്റെ 2 പപ്പീസ്. പട്ടിക്ക് 2 പട്ടിക്കുട്ടികൾ ഇല്ല. ഹി ഹാസ് എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. അവന് ഒരു സഹോദരനും 2 സഹോദരിമാരും ഉണ്ട്. അവനൊരു സഹോദരനും 2 സഹോദരിമാരും ഇല്ല എന്ന് പറയുവാൻ ഹാസിന് ശേഷം നോട്ട് ചേർക്കുക. ഒന്നുകിൽ ഹാസ് നോട്ട് എന്ന് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹാസിൻഡ് എന്ന് ചുരുക്കി ഉപയോഗിക്കുക. രണ്ടും ശരിയാണ്. ഹി ഹാസിൻഡ് എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് എ വെരി ഇറിറ്റേറ്റിംഗ് നോയ്സ്. ഇറ്റ് ഹാസ് അതിന് ഉണ്ട്, ഒരു വെരി വളരെ, ഇറിറ്റേറ്റിംഗ് അരോചകമായ, നോയ്സ് ശബ്ദം, അതിന് വളരെ അരോചകമായ ഒരു ശബ്ദമുണ്ട്. അതിന് വളരെ അരോചകമായ ഒരു ശബ്ദം ഇല്ല എന്ന് പറയുവാൻ ഹാസിന് ശേഷം നോട്ട് ചേർത്ത് ആ നോട്ടിനെ ഇവിടെ ചുരുക്കി എഴുതി. ഇറ്റ് ഹാസിൻഡ് എ വെരി ഇറിറ്റേറ്റിംഗ് നോയ്സ്. നെക്സ്റ്റ്, രാജു ഹാസ് എ ന്യൂ ബൈക്ക്. രാജുവിന് ഉണ്ട്. ഒരു പുതിയ ബൈക്ക്, ഒരു പുതിയ ബൈക്ക് രാജുവിനുണ്ട്. രാജുവിന് ഒരു പുതിയ ബൈക്ക് ഇല്ല എന്ന് പറയുവാൻ ഹാസിന് ശേഷം നോട്ട് ചേർക്കുക, എന്നിട്ട് ചുരുക്കി ഹാസിൻ്റെ ആയിട്ട് ഉപയോഗിക്കുക. രാജു ഹാസിൻഡ് എ ന്യൂ ബൈക്ക്. രാജുവിന് ഒരു പുതിയ ബൈക്ക് ഇല്ല. നെക്സ്റ്റ്, എ ടേബിൾ ഹാസ് 4 ലെഗ്സ്. എ ടേബിൾ ഹാസ് ഒരു മേശയ്ക്കുണ്ട് 4 ലെഗ്സ് 4 കാലുകൾ. ഒരു മേശയ്ക്ക് 4 കാലുകൾ ഉണ്ട്. ഒരു മേശയ്ക്ക് 4 കാലുകൾ ഇല്ലെന്ന് പറയുവാൻ ഹാസിന് ശേഷം നോട്ട് ചേർക്കുക. എ ടേബിൾ ഹാസ് നോട്ട് 4 ലെഗ്സ്, അല്ലെങ്കിൽ ഹാസ് നോട്ട് ചുരുക്കി ഹാസിൻഡും എന്നും ചേർത്ത് ഉപയോഗിക്കാം. എ ടേബിൾ ഹാസിൻഡ് 4 ലെഗ്സ്. ഒരു മേശയ്ക്ക് 4 കാലുകൾ ഇല്ല. നെക്സ്റ്റ്, ഹാവ് എന്ന രൂപമാണ്. ഇവിടെയും ഹാവ് അഫിർമേറ്റീവ് സെൻറ്റൻസിൽ ഉണ്ട് എന്നർത്ഥം. നെഗറ്റീവ് രൂപത്തിൽ ഇല്ല എന്ന് അർത്ഥം. ഹാവ് നോട്ട് അല്ലെങ്കിൽ ഹാവിൻഡ് എന്ന് വെച്ചാൽ ഇല്ല എന്ന് അർത്ഥം. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദം ഉണ്ട്. നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദം ഇല്ല എന്ന് പറയുവാൻ ഹാവിന് ശേഷം നോട്ട് ചേർക്കുക. അപ്പോൾ യു ഹാവ് നോട്ട് എ ബ്യൂട്ടിഫുൾ വോയിസ്. നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദം ഇല്ല. അത് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാവ് നോട്ട് ചുരുക്കി യു ഹാവിൻഡ് എ ബ്യൂട്ടിഫുൾ വോയിസ്. നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദം ഇല്ല എന്നും ഉപയോഗിക്കാം. ദേ ഹാവ് 2 homes. അവർക്ക് 2 വീടുകൾ ഉണ്ട്. They haven't 2 homes. അവർക്ക് 2 വീടുകൾ ഇല്ല. I have 2 brothers. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. I haven't 2 brothers. എനിക്ക് 2 സഹോദരന്മാർ ഇല്ല. They have a lot of property. അവർക്ക് ധാരാളം വസ്തുവകകൾ ഉണ്ട്. They haven't a lot of property. അവർക്ക് ധാരാളം വസ്തുവകകൾ ഇല്ല. They have a large bungalow. അവർക്ക് വിശാലമായ ഒരു ബംഗ്ലാവ് ഉണ്ട്.
ദേ ഹാവിൻഡ് എ ലാർജ് ബംഗ്ലാവ്. അവർക്ക് വിശാലമായ ഒരു ബംഗ്ലാവ് ഇല്ല. അപ്പോൾ ഇവിടെ ഹാവ് ഉണ്ടെന്നർത്ഥം, അതില്ല എന്ന് പറയുവാൻ ഹാവിന് ശേഷം നോട്ട് ചേർത്ത് ഉപയോഗിക്കുക. ഹാവ് നോട്ട്, അതിനെ ചുരുക്കി ഹാവിൻഡ് എന്നും ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, പാസ്റ്റ് ടെൻസ് രൂപത്തിൽ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇടതുഭാഗത്ത് അഫിർമേറ്റീവ് സെന്റൻസ് ആണ് തന്നിട്ടുള്ളത്. അത് പാസ്റ്റ് ടെൻസ് രൂപത്തിൽ, അതായത് ഹാഡ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ഹാസും ഹാവുമാണ് ഉപയോഗിച്ച് പഠിച്ചത്. അത് പ്രസന്റ് ടെൻസിലുള്ള അഫിർമേറ്റീവ് സെന്റൻസുകളെയാണ് പ്രസന്റ് ടെൻസിലുള്ള നെഗറ്റീവ് സെന്റൻസുകളാക്കി മാറ്റിയിരുന്നു. ഇവിടെ പാസ്റ്റ് ടെൻസിലുള്ള അഫിർമേറ്റീവ് സെന്റൻസിനെ പാസ്റ്റ് ടെൻസിലുള്ള നെഗറ്റീവ് സെന്റൻസുകളാക്കി മാറ്റുന്ന വിധമാണ് പഠിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ രീതി തന്നെയാണ് ഇവിടെയും. ഇവിടെ ഹാസ് ഹാവ് എന്നതിന് പകരം അതിന് രണ്ടിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഹാഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഫിർമേറ്റീവ് സെന്റൻസിൽ ഹാഡ് എന്ന വാക്കിന് ഉണ്ടായിരുന്നു എന്നർത്ഥമാണ്. നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുവാൻ വേണ്ടി ഹാഡിനോട് നോട്ട് ചേർക്കുക. അപ്പോൾ ഹാഡ് നോട്ട്, അതിനെ വേണമെങ്കിൽ ചുരുക്കി ഹാഡിൻഡ് എന്നും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഹാഡ് എന്നാൽ ഉണ്ടായിരുന്നു, ഹാഡിൻഡ് അല്ലെങ്കിൽ ഹാഡ് നോട്ട് എന്നാൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം. വി ഹാഡ് ആൻ എലിഫന്റ്. വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു, ആൻ എലിഫന്റ് ഒരു ആന, ഞങ്ങൾക്കൊരു ആന ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ആന ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ ഹാഡിന് ശേഷം നോട്ട് ചേർക്കുക. വി ഹാഡ് നോട്ട് ആൻ എലിഫന്റ് എന്നും പറയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊരാന ഉണ്ടായിരുന്നില്ല. ഇനി ഹാഡ് നോട്ട് ചുരുക്കി ഹാഡിൻഡ് എന്നും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വി ഹാഡിൻഡ് ആൻ എലിഫന്റ്, ഞങ്ങൾക്ക് ഒരു ആന ഉണ്ടായിരുന്നില്ല. രണ്ട് രീതിയിലും ഉപയോഗിക്കുന്നതും ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിശദീകരിച്ച് ചുരുക്കാതെ എഴുതുന്നത് റിട്ടൺ ലാംഗ്വേജിനും ചുരുക്കി എഴുതുന്നത് സംസാര ഭാഷയിലുമാണ് കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. നെക്സ്റ്റ്, ഹി ഹാഡ് സിവിയർ ഫീവർ ലാസ്റ്റ് വീക്ക്. ഹി ഹാഡ് അവനുണ്ടായിരുന്നു, സിവിയർ കഠിനമായ, ഫീവർ പനി, ലാസ്റ്റ് വീക്ക് കഴിഞ്ഞയാഴ്ച അവന് കഠിനമായ പനി ഉണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ച അവന് കഠിനമായ പനി ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ ഹാഡിന് ശേഷം നോട്ട് ചേർക്കുക. അപ്പോൾ ഹാഡ് നോട്ട് എന്ന് കിട്ടും. വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഹാഡ് നോട്ട് ചുരുക്കി ഹാഡിൻഡ് എന്നും ഉപയോഗിക്കാം. ഹി ഹാഡിൻഡ് സിവിയർ ഫീവർ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞയാഴ്ച അവന് കഠിനമായ പനി ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, ദ ലയൺ ഹാഡ് 3 കപ്സ്. ദ ലയൺ ഹാഡ് സിംഹത്തിന് ഉണ്ടായിരുന്നു 3 കപ്സ് 3 കുഞ്ഞുങ്ങൾ. സിംഹത്തിന് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ദ ലയൺ ഹാഡിൻഡ് 3 കപ്സ്. സിംഹത്തിന് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹാഡിന് ശേഷം നോട്ട് ചേർത്ത് ചുരുക്കി ഹാഡിൻഡ് എന്നാക്കി. നെക്സ്റ്റ്, ഷീ ഹാഡ് സഫേർഡ് എ ലോട്ട് ഓഫ് പെയിൻ ഇൻ ഹെർ ലൈഫ്. ഷീ ഹാഡ് സഫേർഡ്, അവൾ സഹിച്ചിട്ടുണ്ടായിരുന്നു, എ ലോട്ട് ഓഫ് പെയിൻ ധാരാളം വേദന അല്ലെങ്കിൽ ഒത്തിരി വേദന, ഇൻ ഹെർ ലൈഫ് അവളുടെ ജീവിതത്തിൽ അവൾ ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെഗറ്റീവ്, അവളുടെ ജീവിതത്തിൽ ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കിട്ടണമെങ്കിൽ ഹാഡിന് ശേഷം നോട്ട് ചേർക്കുക. ഷീ ഹാഡ് നോട്ട് സഫേർഡ് എ ലോട്ട് ഓഫ് പെയിൻ ഇൻ ഹെർ ലൈഫ് എന്നോ, അല്ലെങ്കിൽ ഹാഡ് നോട്ട് ചുരുക്കി ഷീ ഹാഡിൻഡ് സഫേർഡ് എ ലോട്ട് ഓഫ് പെയിൻ ഇൻ ഹെർ ലൈഫ് എന്നോ മാറ്റി എഴുതാവുന്നതാണ്. അതിൻ്റെ അർത്ഥം അവളുടെ ജീവിതത്തിൽ ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, ദ ഹൗസ് ഹാഡ് എ ടോൾ ചിമ്നി. ദ ഹൗസ് ഹാഡ് വീട്ടിന് ഉണ്ടായിരുന്നു, എ ടോൾ ഒരു പൊക്കമുള്ള, ചിമ്നി പുകക്കുഴൽ, വീട്ടിന് പൊക്കമുള്ള ഒരു പുകക്കുഴൽ ഉണ്ടായിരുന്നു. വീട്ടിന് പൊക്കമുള്ള ഒരു പുകക്കുഴൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ ഹാഡിന് ശേഷം നോട്ട് ചേർക്കുക. ഹാഡ് നോട്ട് വേണമെങ്കിൽ ചുരുക്കി ഹാഡിൻഡ്. The house hadn't a tall chimney. Next, we had a picnic last month. We had ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, a picnic ഒരു ഉല്ലാസയാത്ര, ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം ഞങ്ങൾക്കൊരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നു.
കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ ഹാഡിന് ശേഷം നോട്ട് ചേർക്കുക. അത് ചുരുക്കി ഹാഡിൻഡ് എന്ന് വായിക്കുക. വി ഹാഡിൻഡ് എ പിക്നിക് ലാസ്റ്റ് മന്ത്. നെക്സ്റ്റ്, ദേ ഹാഡ് എ ലോട്ട് ഓഫ് മണി. ദേ ഹാഡ് അവർക്കുണ്ടായിരുന്നു. എ ലോട്ട് ഓഫ് ഒത്തിരി, മണി പണം, അവർക്കൊത്തിരി പണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ധാരാളം പണം ഉണ്ടായിരുന്നു. ഇവിടുത്തെ മണി എന്ന വാക്കിന് സമ്പത്ത് എന്ന അർത്ഥം ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ധാരാളം പണം ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ ഹാഡിന് ശേഷം നോട്ട് ചേർക്കുക. ദേ ഹാഡിൻഡ് എ ലോട്ട് ഓഫ് മണി. നെക്സ്റ്റ്, യു ഹാഡ് മെനി ഫ്രണ്ട്സ് വെൻ യു വെയർ റിച്ച്. യു ഹാഡ് മെനി ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. വെൻ യു വെയർ റിച്ച്, നിങ്ങൾ ധനികർ ആയിരുന്നപ്പോൾ. അത് നെഗറ്റീവ് ആക്കുവാൻ എന്ന് വെച്ചാൽ നിങ്ങൾ ധനികർ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം വരുവാൻ ഹാഡിന് ശേഷം നോട്ട് ചേർത്ത് അതിനെ ചുരുക്കി ഹാഡിൻ്റെ എന്നാക്കി ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഹാഡ് ഉണ്ടായിരുന്നു, ഹാഡിൻ്റെ ഉണ്ടായിരുന്നില്ല. ആ രൂപവ്യത്യാസം എങ്ങനെ വന്നുവെന്ന് മനസ്സിലാക്കി പഠിക്കണം. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ദയവായി ഈ ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത്